എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത എക്സാമുകളിൽ പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം എവിടെയാണ്? സ്ട്രാസ്ബർഗ്, ഫ്രാൻസ് കേട്ടോ. സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. അപ്പൊ ലോക പുസ്തക തലസ്ഥാനമാണ്. പുസ്തകം ഒരുപാട് വായിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് വരും എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ സ്ട്രെസ് അല്ലെങ്കിൽ സ്റ്റാർസ്ബർഗ് എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. അടുത്തത് ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മനു ഭാക്കർ ആണ് കേട്ടോ. അപ്പൊ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മനു ഭാക്കർ. മനു ഭാക്കർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഷൂട്ടിംഗ് ആണ് അല്ലെ. ഷൂട്ടിംഗ് ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. അപ്പൊ 2 മെഡൽ കിട്ടിയിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ചിട്ടുള്ള കേരളത്തിലെ സംരംഭം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കാർത്തുമ്പി കുട നിർമ്മാണമാണ് കേട്ടോ. കാർത്തുമ്പി കുട നിർമ്മാണമാണ്. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ എടുക്കുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള 10 ഡേയ്സിന്റെ വൊക്കാബുലറി കോഴ്സ് ആണ്. അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ട് സിനോണിംസ്, ഇഡിയംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആന്റണിംസ്, ലീഗൽ ടേംസ്, ഫ്രേസൽ വെർബ് ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആണ്. അപ്പോൾ ലൈവ് ക്ലാസ്സിന് ശേഷം അതിന്റെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ PDF നോട്ട്സും കിട്ടും കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 99 റുപ്പീസ് ആണ്. 10 ക്ലാസ്സുകളാണ് ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു കോഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ്. എല്ലാം ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സാണ്. അപ്പൊ ഇതിനകത്ത് റെക്കോർഡഡ് സെഷൻസ് ആണ് കൂടുതലുള്ളത്. ഇടയ്ക്ക് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ എടുക്കും. ഫുൾ കവർ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്, ഒരു കോഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ള സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് 20th സ്റ്റാർട്ട് ചെയ്യുക ഈ മാസം. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 9 റുപ്പീസ് ആണ്. ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനി അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കെ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കെ റൈസ് ആണ് കേട്ടോ. കെ റൈസ് ആണ്, ഓർത്തു വെച്ചേക്കുക. കെ റൈസ്. അടുത്ത് നോക്കാം. ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയിട്ടുള്ള സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയിട്ടുള്ള നാസയുടെ ബഹിരാകാശ ദൗത്യം ഒസിരിസ് റെക്സ് ആണ്. ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയിട്ടുള്ള സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയിട്ടുള്ള നാസയുടെ ബഹിരാകാശ ദൗത്യമാണ്. നാസയുടെ ബഹിരാകാശ ദൗത്യമാണ് ഒസിരിസ് റെക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒസിരിസ് റെക്സ്. കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആരാ? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അല്ലെ. പോലീസാണ്, വേഷകം മാറി ചിലപ്പോൾ വരും, അല്ലെങ്കിൽ പോലീസൊക്കെ ഇട്ട് കൊടയും അല്ലെ, ഷെയ്ഖീം എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ഷെയ്ഖ് ദർവേഷ് സാഹിബ്. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ COP30 വേദി എവിടെയാണ്? ബ്രസീലാണ് അല്ലെ. COP30 ആണ്. COP30 എന്ന് പറയുമ്പോൾ 3 പോലെ എഴുതുന്ന ബി വെച്ചിട്ട് അല്ലെ. നമുക്ക് ബി പോലെ ഒന്ന് ജോയിൻ ചെയ്യാലോ. അപ്പം ബി വെച്ചിട്ടുള്ള ബ്രസീൽ. 3യും ബിയും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ബ്രസീലാണ്. വർഷം ഓർത്തു വെക്കണം 2025 കേട്ടോ. 2025 എന്നുള്ളത് ഓർത്തു വെക്കാം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിജി കേരളം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ്. ഏതാണ്? ഡിജി കേരളം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. ഡിജിറ്റൽ അല്ലേ, അപ്പൊ ഡിജി കേരളം. ഡിജി കേരളം. ഇനി അടുത്ത പോയിന്റ്, രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് 2024 ജൂലൈ 1 രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് എപ്പോഴാണ്? 2024 ജൂലൈ 1 കേട്ടോ. 2024 ജൂലൈ 1 പുതിയ നിയമങ്ങളാണ്. അപ്പോ വലിയൊരു ജോലി ആയിരിക്കും എന്നൊക്കെ ഓർക്കാം. ജൂലൈ 1 അല്ലെ. 2024 ഫെബ്രുവരിയിൽ ഭാരത് രത്ന പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്? നരസിംഹറാവുവും ചൗധരി ചരൺ സിംഗ്. ഓക്കെ, PV നരസിംഹറാവുവും ചൗധരി ചരൺ സിംഗും. അപ്പോ ഭാരത് രത്നയെ ബേസ് ചെയ്തിട്ടുള്ള നമ്മളൊരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാട്ടോ. കോഡ് വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ ആരൊക്കെയാണ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ? PV നരസിംഹറാവുവും ചൗധരി ചരൺ സിംഗും. ഇനി വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് S ജയശങ്കർ ആണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? S ജയശങ്കർ. ഓക്കെ, അപ്പൊ ഭാരതം ജയിച്ചു വരുന്നൊക്കെ ഓർക്കാം അല്ലെ. വൈ ഭാരത് മാറ്റേഴ്സ് ആരുടെയാണ്? S ജയശങ്കർ. S ജയശങ്കർ. ഇന്ത്യയുടെ AI തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഹൈദരാബാദ് ആണ്. AI എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ AI തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഹൈദരാബാദ് ആണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഹൈദരാബാദ് ആണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നല്ല ഹൈ ആയിട്ടുള്ള ഒന്നാണെന്നൊക്കെ ഓർക്കാം. ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2022 സെപ്റ്റംബർ 17 ചീറ്റകളെ തുറന്നു വിട്ടത് രാജ്യത്തെ ഏത് ദേശീയോദ്യാനത്തിലാണ്?
കൂനോ ദേശീയോദ്യാനമാണ് മധ്യപ്രദേശിൽ കേട്ടോ. അപ്പൊ കൂനോ ദേശീയോദ്യാനം എവിടെയാണ്? മധ്യപ്രദേശിലാണ്. 2022 സെപ്റ്റംബർ 17 ചീറ്റകളെ തുറന്നു വിട്ടതിന്റെ രാജ്യത്തെ ഏത് ദേശീയോദ്യാനത്തിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കൂനോ ദേശീയോദ്യാനമാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? സിംഹമാണ്. ഓക്കെ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? സിംഹം. കേരള ലോകായുക്ത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് എൻ അനിൽകുമാർ. കേരള ബാങ്കിന്റെ പരസ്യ ചിത്രം കരുതലാണ് കേട്ടോ. കേരള ബാങ്കിന്റെ പരസ്യ ചിത്രം ചോദിക്കുകയാണെങ്കിൽ കരുതലാണ്. ഓക്കെ, കേരള ബാങ്കിന്റെ ആണ്. ഒരു കരുതലൊക്കെ വേണം അല്ലെ, ബാങ്ക് അല്ലേ, അപ്പൊ ഒരു കരുതലൊക്കെ വേണം, കരുതൽ. കേരള ലോകായുക്താരാണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാവ് ഘോഷ് ആണ്. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇറാസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് എന്നൊക്കെ ഓർക്കാം. ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആഘോഷം, ഘോഷം, അല്ലെങ്കിൽ അമിതാവ് ഘോഷ് എന്നൊക്കെ ഓർത്ത് വെക്കാം. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അമിതാവ് ഘോഷ് ആണ്. ആരാണ്? അമിതാവ് ഘോഷ് ആണ് കേട്ടോ. അപ്പൊ പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മനു ഭാക്കർ. ഷൂട്ടിംഗ് ആണ് ഇവന്റ്. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ചിട്ടുള്ള കേരളത്തിലെ സംരംഭം കാർത്തുമ്പിക്കുട. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി കെ റൈസ്. ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയിട്ടുള്ള സാമ്പിൾ ഭൂമിയിൽ തിരിച്ചെത്തിയിട്ടുള്ള നാസയുടെ ബഹിരാകാശ ദൗത്യം ഒസിറിസ് റെക്സ് ആണ്. കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി COP30 വേദിയിൽ കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നുള്ള 2024 ജൂലൈ 1. 2024 ഫെബ്രുവരിയിൽ ഭാരത് രത്ന പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് S ജയശങ്കർ. ഇന്ത്യയുടെ AI തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഹൈദരാബാദ് ആണ്. 2022 സെപ്റ്റംബർ 17 ചീറ്റകളെ തുറന്നുവിട്ടത് രാജ്യത്തെ ഏത് ദേശീയോദ്യാനത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂനോ ദേശീയോദ്യാനം, മധ്യപ്രദേശ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? സിംഹമാണ്. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ. കേരള ബാങ്കിന്റെ പരസ്യചിത്രം കരുതലാണ്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാവ് ഘോഷ്. ഇനി അടുത്ത പോയിന്റ്, കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A ഷാജഹാൻ. കേരളത്തിലെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. പാമ്പുകളുടെ സംരക്ഷണവും ബോധവൽക്കരണവും ലക്ഷ്യമാക്കി വനം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ആപ്പാണ് സർപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലെ, സർപ്പ. അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? പാമ്പുകളുടെ സംരക്ഷണവും ബോധവൽക്കരണവും ലക്ഷ്യമാക്കിയിട്ട് വനം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ, സർപ്പ ആപ്പ്. ഇനി 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായിട്ടുള്ള മലയാളി എസ് ഫൈസി പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് കേട്ടോ. എസ് ഫൈസി ആണ്, പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവ് ആരാണ്? ഫൈസി ആണ്, ഫൈസി ഓർത്തു വെക്കണം കേട്ടോ, ഫൈസി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ പ്രീതി സുധാൻ. ഓക്കെ, യൂണിയൻ, ഒരു യൂണിയൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു സന്തോഷം, പ്രീതി വരുന്നൊക്കെ ഓർക്കാം. അപ്പോ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ പ്രീതി സുധാൻ. 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഓക്കെ, 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ചോദിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യുക, വുമണിൽ ഇൻവെസ്റ്റ് ചെയ്യുക, പ്രോഗ്രസ് ആക്സിലറേറ്റ് ചെയ്യും അല്ലെ, കൂടി വരും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? അലക്സാണ്ടർ തോമസ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അല്ലെ, ആരാണ്? അലക്സാണ്ടർ തോമസ്. 2024 മാർച്ചിൽ നടന്നിട്ടുള്ള അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള മലയാളി ആരാണ്? ഷീന, ഒരു വനിതയാണ്, ഷീന റാണിയാണ് കേട്ടോ. ഷീന റാണി. അപ്പൊ കുറെ ചൂടോ അഗ്നിയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. അപ്പൊ ഷീന റാണിയാണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേര് ചോദിക്കുകയാണെങ്കിൽ ആരോഗ്യ കേന്ദ്രമാണ്, അപ്പൊ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ഓക്കെ, അപ്പൊ പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. പാമ്പുകളുടെ സംരക്ഷണവും ബോധവൽക്കരണവും ലക്ഷ്യമാക്കി വനം വകുപ്പ് ആരംഭിച്ചുള്ള ആപ്പാണ് സർപ്പ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായിട്ടുള്ള മലയാളി എസ് ഫൈസി ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? യൂണിയൻ അല്ലെ, അപ്പൊ പ്രീതി സുധാൻ. 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അലക്സാണ്ടർ തോമസ്. 2024 മാർച്ചിൽ നടന്നിട്ടുള്ള അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള മലയാളി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ
ആരാണ്? ഷീന റാണി. ഷീന റാണി. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേര് ചോദിക്കുകയാണെങ്കിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിന്റെ കാര്യം മറക്കണ്ട. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വെഞ്ചറാണ്. എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ PDF ഞാൻ ആപ്പിൽ ഫ്രീ കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ 99 റുപ്പീസിന്റെ വൊക്കാബുലറി ക്ലാസ്സുകൾ ഉണ്ട്. 10 ക്ലാസ്സുകളാണ് അതിനകത്തുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളും കൂടി ഉണ്ട് കേട്ടോ. എല്ലാം ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ്. 399 റുപ്പീസിനാണ് നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റ് റെക്കോർഡഡ് സെഷൻ പിന്നെ കുറച്ച് ലൈവും കൂടിയിട്ടുള്ള സെഷൻ വെച്ചിട്ടുള്ളത്, കോഴ്സ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഞാനത് കമന്റ് ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിങ്കുകൾ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.